Good afternoon. Okay, നമ്മുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ചർച്ച ആയിരുന്നു. അതിൽ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് വരെയല്ലേ എടുത്ത് നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സില് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? പ്ലാനിങ് സ്റ്റാർട്ട് ആയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ജസ്റ്റ് എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ വരെയല്ലേ എടുത്തത്? ഓക്കെ ഓക്കെ ശരി. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, അതുപോലെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാല് ഇസ് എ കൊളാബറേറ്റീവ് അല്ലെ, ഒരു സഹകരണ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഒരു ആശയവിനിമയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. വേർ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് വർക്ക് ടുഗദർ. അവിടെ എംപ്ലോയീസും മാനേജ്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടി? എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സ്, അവർ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണം, ആൻഡ് റിവ്യൂ ദ എംപ്ലോയീസ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവലോകനം നടത്തുക, ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക, ജോബ് ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ ഏത് പാതയിലൂടെ ആ ഒരു ജോലി ചെയ്ത് തീർക്കണം, ആൻഡ് കോംപ്രഹെൻസീവ് കോൺട്രിബ്യൂഷൻ ടു ദ കമ്പനി. അപ്പൊ ഇതിലൂടെയൊക്കെ ആ ഒരു എംപ്ലോയീസും മാനേജേഴ്സും അത് മാനേജ്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ലോങ് ടേം ഗോളുകൾ തയ്യാറാക്കുന്നുണ്ട്. ഏത് ജോലിയിലൂടെ അല്ലെങ്കിൽ ഏത് പാതയിലൂടെ ആ ഒരു ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസ് ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും മോണിറ്ററിങ്ങും റിവ്യൂ അല്ലെങ്കിൽ അവലോകനങ്ങളും ചെയ്യുന്നത് മാനേജ്മെന്റും എംപ്ലോയീസും ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സഹകരിച്ചുകൊണ്ടുള്ള ഒരു ആശയവിനിമയത്തെ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ കോംപ്രഹെൻസീവ് കോൺട്രിബ്യൂഷൻ ടു ദ കമ്പനി, അതായത് കമ്പനിക്ക് വളരെ സമഗ്രമായിട്ടുള്ളൊരു സംഭാവന ഈ ഒരു നല്ല രീതിയിൽ എംപ്ലോയീസും മാനേജ്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ നൽകാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്താണെന്നുള്ളത്. ഇനി അതിൽ ഓരോരോ സ്റ്റെപ്പുകളിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്, ആസൂത്രണം അല്ലെ. അതിൽ കുറച്ച് സ്റ്റേജസ് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡിഫൈനിങ് സ്റ്റേജ് അല്ലെങ്കിൽ നിർവചിക്കുന്ന ഘട്ടം. The performance management process start with the planning stage. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്റ്റേജിൽ നിന്നാ? ഒരു പ്ലാനിങ് സ്റ്റേജിൽ നിന്നുമാണ് അല്ലെ. എന്തൊരു കാര്യവും നമ്മൾ പ്ലാനിങ്ങിലൂടെയാണ് ആദ്യം ആരംഭിക്കുക, ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു ടൂർ പോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും അല്ലെ. അതുപോലെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യണമെങ്കിൽ അത് ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. ആസൂത്രണം ചെയ്യാൻ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം ഇല്ലേ? പ്ലാൻ ചെയ്യാറില്ലേ എന്ത് കാര്യത്തിന്റെയും. ഇപ്പൊ ഇവിടെ ഒരു പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രക്രിയ മാത്രമല്ല, മറ്റേത് പ്രോസസ്സുമായി ബന്ധപ്പെട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പ്രക്രിയ ആരംഭിക്കുന്നത് ഒരു പ്ലാനിങ് സ്റ്റേജിൽ നിന്നുമാണ്. Then the HR and management needs to specify the job itself, including a comprehensive description, long and short-term goals, identify key objectives, and develop clear metrics for the how those objectives and goals will be determined. അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാനിങ് സ്റ്റേജിലെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിഫൈനിങ് സ്റ്റേജില് HR-ഉം അതുപോലെ തന്നെ മാനേജ്മെന്റും നീഡ് ടു സ്പെസിഫൈ ദ ജോബ്. അവർ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള ജോലി കൃത്യമായിട്ട് എന്ത് ചെയ്യുക? സ്പെസിഫൈ ചെയ്തതിൽ വ്യക്തമാക്കുക. ഇൻക്ലൂഡിങ് അതെന്താണ്? ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, സമഗ്രമായിട്ടുള്ള വിശദീകരണങ്ങള്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോളുകള്, അതുപോലെ തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജ്മെന്റും അതിലുൾപ്പെട്ട ഓരോരുത്തരും പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങള്, ഡെവലപ്പ് ക്ലിയർ മെട്രിക്സ് ഫോർ ഹൗ ദോസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് വിൽ ബി ഡിറ്റർമൈൻഡ്.
അതുപോലെ എങ്ങനെ നമുക്ക് ഈ ഗോളുകൾ, സെറ്റ് ചെയ്ത ഗോളുകള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് വ്യക്തമായിട്ട് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഗോൾ ഷുഡ് ബി ക്ലിയർ, done in a smart format. ഗോൾസ് എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ ഒരു സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഒരു സ്മാർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവന്റ്, ടൈം ബേസ്ഡ്. സ്മാർട്ട് ഫോർമാറ്റിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇത് പറയുന്നത്. സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കണം, നമുക്ക് അളക്കാൻ പറ്റുന്നതായിരിക്കണം, നിർദ്ദിഷ്ടമായിട്ടുള്ള അളക്കാൻ പറ്റുന്ന, അറ്റൈനബിൾ, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം, അല്ലെ? റെലവന്റ്, വളരെ പ്രസക്തമായതും വളരെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ഒരു രൂപകൽപ്പനയിലായിരിക്കണം ആ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി സെറ്റ്. അതുപോലെ തന്നെ ഈ ഗോൾ നേടുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ എംപ്ലോയീസും അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട, പ്രകടനത്തുമായി ബന്ധപ്പെട്ട് നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്, കൃത്യമായ പ്രകടന മാനദണ്ഡങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഇത്ര ലെവൽ ഓഫ് പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിരിക്കണം എന്ന രീതിയിൽ ആ ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആദ്യത്തെ ഡിഫൈനിങ് സ്റ്റേജില്, പ്ലാനിങ്ങിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ് ഡിഫൈനിങ് സ്റ്റേജില്. ആദ്യത്തെ ആ ഒരു പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് HR-ഉം അതുപോലെ തന്നെ മാനേജ്മെന്റും നീഡ് ടു സ്പെസിഫൈ ദ ജോബ് ഇറ്റ്സെൽഫ്. അവർ എന്തൊക്കെ ജോലികളാണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന ഒരു പ്ലാനിങ് സ്റ്റേജ് ആണ് ഇത്. അപ്പൊ അത് വ്യക്തമാക്കാൻ ഇപ്പൊ എന്തൊക്കെ രീതിയിലുള്ള ജോലികൾ അല്ലെങ്കിൽ ജോബാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ, അവിടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോളുകൾ എന്തൊക്കെ നമ്മൾ പൂർത്തിയാക്കണം, ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും പൂർത്തിയാക്കേണ്ട ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഏതൊക്കെ മെഷേഴ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർണ്ണയിക്കൽ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനമാണ് ശരിക്കും ഡിഫൈനിങ് സ്റ്റേജിലൂടെ പറയുന്നത്. അതവിടെ സെറ്റ് ചെയ്ത് വെക്കുന്ന മാത്രമേ ഉള്ളൂ, അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ഇന്ന ജോലികൾ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് ഇന്ന ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാം, ഇന്ന ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യണം, അതിനുവേണ്ടി ഇന്ന രീതിയിലുള്ള മെഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം, അതുപോലെ സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവന്റ് ആൻഡ് ടൈം ബേസ്ഡ്. അപ്പൊ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ നിർദ്ദിഷ്ടമായിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ സാധിക്കുന്നവയായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഗോളായിരിക്കണം. അതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ളതും ടൈം ബേസ്ഡ്, വളരെ സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ആ ഗോള് ഫോർമാറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമൻസിന്റെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഏതാണെന്നും ഓൾറെഡി നമുക്ക് ക്ലിയർ ആയിട്ട് അത് സെറ്റ് ചെയ്തിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇത് ഡിഫൈനിങ് സ്റ്റേജ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഡിഫൈനിങ് സ്റ്റേജ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റേജ് ആണ് ഫീഡ്ബാക്ക് സ്റ്റേജ്. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് മിസ് ഒന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യാണ്. ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ആരെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അല്ലെ. അപ്പൊ അതിൽ പോകുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് കുറച്ചൊന്നോ രണ്ടോ പേരൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി ഇത് സെറ്റ് ചെയ്യുന്നത് അല്ലെ. എല്ലാവരെയും ആദ്യം തന്നെ ഉൾപ്പെടുത്താറില്ല, ശരിയല്ലേ? അതിനുശേഷം നമ്മളൊരു മീറ്റിംഗ് വെക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ മീറ്റിംഗ് വെച്ച് ചെയ്യുമ്പോൾ
നമ്മൾ ആ മീറ്റിംഗിൽ ചോദിക്കുകയാണ്, നമ്മൾ ഇന്ന കാര്യങ്ങളിൽ ഇന്നിടത്താണ് നമ്മൾ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇന്ന സമയത്ത് നമുക്ക് ഇറങ്ങാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് മറ്റു മെമ്പേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, അവരുടേതായിട്ടുള്ള കുറെ അധികം കുറെ അധികം നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് ഇല്ലേ? ചില പോയി പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർ പറയും നമുക്ക് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇത്ര സമയത്ത് എത്താൻ പറ്റില്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കിയാലോ പറയില്ലേ? അതിന് ചില വ്യത്യാസങ്ങൾ വരത്തില്ലേ? നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും ഈ ഫീഡ്ബാക്ക് സ്റ്റേജും ഇതേപോലെ തന്നെയാണ്. എന്താണ് റിപ്ലൈ ഇല്ലാത്ത? മനസ്സിലാവുന്നില്ലേ മിസ് പറയുന്നത്? ഇവിടെ ഫീഡ്ബാക്ക് സ്റ്റേജും ഇത് തന്നെയാണ്. മാനേജ്മെന്റ് ആ സ്പെസിഫൈങ് സ്റ്റേജ് എന്താണ്, ആ ഒരു ഗോൾ അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുന്ന ആ ഒരു ഡിഫൈനിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഗോൾ സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേജ് ഫിനിഷ് ആക്കി. അതിനുശേഷം നമ്മൾ ഫീഡ്ബാക്ക് സ്റ്റേജ് ഫീഡ്ബാക്ക് ആരിൽ നിന്നാണ് എടുക്കുന്നത്? എംപ്ലോയീസിൽ നിന്ന്. എംപ്ലോയീസ് ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗീവ് ഇൻപുട്ട് ഓൺ ദിസ് മെറ്റീരിയൽ. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് മാനേജ്മെന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. ആ മാനേജ്മെന്റ് എന്ത് ചെയ്യും? എംപ്ലോയീസിന് അത് നോക്കാനായിട്ട് നൽകും. എംപ്ലോയീസ് അത് എന്ത് ചെയ്യും? കാരണം എന്തുകൊണ്ട് എംപ്ലോയീസിന് കൊടുക്കുന്നത്? അവരാണ് ജോലി ചെയ്യേണ്ട ആളുകൾ അല്ലേ? എംപ്ലോയീസ് അല്ലാതെ ജോലി ചെയ്യേണ്ട ആളുകൾ. അപ്പൊ അവരോട് എന്ത് ചെയ്യും? ഇതിനെ കുറിച്ച് അവരോടൊന്ന് ഫീഡ്ബാക്ക് തരാൻ പറയും. അവര് ഫീഡ്ബാക്ക് തരാൻ പറയുമ്പോ ആ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? അവർക്ക് ആ ഒരു ഇൻപുട്ട്, ഈ ഒരു മെറ്റീരിയലിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കണമെങ്കിൽ അതിനൊരു അവസരമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ കൊടുക്കുന്നത്. അതിനുശേഷം they are the one doing their job. അവരാണ് ആ ഒരു ജോലി ചെയ്യേണ്ട ആളുകൾ. അതുകൊണ്ട് തന്നെ they will have a key insight into what skills. അവർക്കറിയാം, അവരാണ് ജോലി ചെയ്യുന്ന ആളുകൾ. അവർക്കറിയാൻ പറ്റും നമ്മൾ ആ ഒരു ഗോള് നേടിയെടുക്കണമെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള സ്കില്ല് അവർക്ക് വേണം, എന്തൊക്കെ കോമ്പിറ്റൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകൾ അവർക്ക് വേണം. അതുപോലെ തന്നെ ആ ഒരു ഗോള് നമുക്ക് കാര്യക്ഷമമായിട്ട് നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള സംഭാവനകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരാം അല്ലെ? എല്ലാം അതേപോലെ തന്നെ മാനേജ്മെന്റ് സെറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പൊ എംപ്ലോയീസിനും കൂടി അവരുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടി അവർക്കൊരു അവസരം കൊടുക്കാണ്. ഇതൊരു ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. അപ്പൊ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആ ഗോളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ പുതിയതായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഈ എംപ്ലോയീസിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുകയും അതിനനുസരിച്ച് എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അല്ലെ? അപ്പൊ അവരും കൂടി നൽകുന്ന ഫീഡ്ബാക്കുകൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ ഫീഡ്ബാക്ക് സ്റ്റേജ് എന്താന്നുള്ളത്? ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടന്റ് ലൈൻസ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഓരോ സ്റ്റേജുകളും പഠിച്ചു വെക്കണേ. പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന സ്റ്റേജസ് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് കോച്ചിങ്. അതിൽ വരുന്ന സ്റ്റേജസിന്റെ പേരുകൾ പഠിച്ചു വെക്കാം. ബാക്കി അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ ഫീഡ്ബാക്ക് സ്റ്റേജ്? ശരി. Then third one ആണ് അപ്രൂവൽ സ്റ്റേജ്. അപ്രൂവൽ സ്റ്റേജ് എന്തായിരിക്കും? രണ്ടും ഓക്കെയാണ് അല്ലെ? ഒരു മാനേജ്മെന്റ് ആദ്യം സെറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അവരുടെ എംപ്ലോയീസിനോട് ഫീഡ്ബാക്ക് ചോദിച്ചു, അവരും അവരുടേതായിട്ടുള്ള ഇൻപുട്ട് അതിന് കൊടുത്തു, അവർ രണ്ടു കൂട്ടരും ഓക്കെയായി അല്ലെ? അപ്പൊ രണ്ടു കൂട്ടരും അത് എന്ത് ചെയ്യുന്നു? ഈ ഒരു കാര്യം നമുക്ക് സെറ്റ് ചെയ്യാം എന്ന രീതിയിൽ ആ ഗോൾ സ്പെസിഫൈ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റേജാണ്. രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നതാണ് അപ്രൂവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, അപ്രൂവൽ സ്റ്റേജില് ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് both agree to the definition of the role, goals and objectives. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിർവചിച്ചിട്ടുള്ള റോളുകൾ, ഓരോരുത്തരും ചെയ്യേണ്ട റോളുകൾ, അവർ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോളുകൾ മുതലായ കാര്യങ്ങളൊക്കെ ആ രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നു. മാനേജ്മെന്റും എംപ്ലോയീസും അത് അംഗീകരിക്കുന്ന സ്റ്റേജ് ആണ് അപ്രൂവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. By making this first step of performance management process
Collaborative management set the stage for the process as a whole to be collaborative, and the employee feels that they are involved in goal setting, an important thing as evidenced by the Gallup study. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇവിടെ രണ്ട് കൂട്ടരെ ഉൾപ്പെടുത്തുന്നില്ലേ? ഇല്ലേ? മാനേജേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ? ഉൾപ്പെടുത്തുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ്. ആ പ്ലാനിങ്ങിൽ തന്നെ അതൊരു സഹകരണത്തോടു കൂടിയാണ് നമ്മൾ നടത്തുന്നത് അല്ലെ? കൊളാബറേറ്റീവ് ആയിട്ടാണ്, സഹകരിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതാണ് എന്താണ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി മൊത്തത്തിലൊരു സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേദിയാണ് മാനേജ്മെന്റ് എംപ്ലോയീസിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ എംപ്ലോയി, അപ്പൊ അതിൽ ഉൾപ്പെടുന്ന എംപ്ലോയിക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്? ദേ ആർ ഇൻവോൾവ് ഇൻ ഗെറ്റിംഗ് ഗോൾ സെറ്റിംഗ് അല്ലെ? ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അവരെ കൂടി പങ്കാളികളാക്കുന്നത് കൊണ്ട് അവർക്കൊരു വളരെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് അല്ലെ? ദേ ആർ ഇൻവോൾവ്, ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ചെയ്താൽ അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ അതിനോടുള്ള ആ ഒരു എന്താണ് ഇഷ്ടം കൂടുതലല്ലേ ചെയ്യാം അല്ലെ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ മുന്നിൽ നിർത്തി നമ്മുടെയും കൂടി പങ്കാളികളാക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മികച്ചതായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അല്ലേ? ഇപ്പൊ വീട്ടിലെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളോട് പറയാണ്, നമ്മുടെ അച്ഛനോ അമ്മയോ പറയാണ്, നീ ഇത് ഏറ്റെടുത്ത് നടത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് എനിക്ക് എന്തെങ്കിലും വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കത് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലെ? അതേ ഫീലിംഗ് തന്നെയാണ് ഇവിടെ എംപ്ലോയീസിനും ഉണ്ടാവുന്നത്. എംപ്ലോയീസിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? അവരെ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് നന്നായിട്ട് ചെയ്ത് പൂർത്തിയാക്കണം എന്നൊരു ഫീലിംഗും ഒരു മോട്ടിവേഷനും അവർക്ക് ലഭിക്കുകയാണ് ഇതിലൂടെ. ആൻഡ് ഇമ്പോർട്ടന്റ് തിങ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അവർ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആസ് ആൻ എവിഡൻസ് ബൈ ദ ഗാലപ്പ് സ്റ്റഡി. ഗാലപ്പ് സ്റ്റഡീസിന്റെ നിന്നും ഒരു തെളിവ് വഴി അല്ലെങ്കിൽ എവിഡൻസ് പോലെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഗാലപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എംപ്ലോയീസ്, അവിടെയുള്ള എംപ്ലോയീസിനെ കൃത്യമായിട്ട് ഓരോ പെർഫോമൻസുകളിലും എൻഗേജ്ഡ് ആകുക, അതുപോലെ തന്നെ അവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക. കൂടാതെ അവരുടെ മാനേജേഴ്സ് അവരുടെ പരിശീലകരായിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട ഫീഡ്ബാക്കുകൾ നൽകുകയും അവരെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്ന, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഗാലപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പഠനം നടത്തിയപ്പോ അതിലൂടെ തെളിഞ്ഞൊരു കാര്യമാണ് ഈ എംപ്ലോയീസിനെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. മറ്റു രീതിയിൽ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ പുറമേ നമുക്ക് കൊടുക്കാം അല്ലെ? അതല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കില്ല് വർദ്ധിപ്പിക്കുന്നത് മറ്റേത് പ്രക്രിയയിലൂടെയും കടന്നു പോകുന്നതിനേക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഫീലിങ്സ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു കാര്യമാണ് ഇമ്പോർട്ടന്റ് എന്നാണ് ആ ഒരു പഠനത്തിലൂടെ തെളിയിക്കുന്നത്. അവിടെ എപ്പോഴും ഒരു മാനേജ്മെന്റ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കണം. അത് കൂടാതെ ഇവരെ ആ ഒരു ഗോൾ സെറ്റിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയാണ് അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്നതും കൂടുതൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പൊ അപ്രൂവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഫീഡ്ബാക്ക് സ്റ്റേജ് പറഞ്ഞു. അപ്രൂവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റും എംപ്ലോയീസും രണ്ടു കൂട്ടരും ആണ് റോൾസ്, ഗോളുകള്, ഒബ്ജക്റ്റീവ്സ് അതെല്ലാം എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ആദ്യ സ്റ്റെപ്പാണ് പ്ലാനിങ്. ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ നമ്മളൊരു സഹകരണത്തോടു കൂടി സഹകരിച്ചുകൊണ്ടുള്ളൊരു വേദിയാണ് മാനേജ്മെന്റ് അവരുടെ എംപ്ലോയീസിന് ഒരുക്കുന്നത്. അതിലൂടെ ആ എംപ്ലോയീസിന് എന്തിനുള്ള ഫീലിംഗ് കിട്ടുന്നു? അവർ ആ ഒരു ഗോൾ സെറ്റിംഗിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കിയും എടുക്കുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി അപ്രൂവൽ സ്റ്റേജ്. ക്ലിയർ അല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് കോച്ചിങ്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞു. അതിന് ശേഷമുള്ളതാണ് കോച്ചിങ് കേട്ടോ. കോച്ചിങ്ങിലും ഇതുപോലെ കുറച്ച് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്.
ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസ്ഡ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസിസ്. അപ്പൊ കൃത്യമായിട്ട് വളരെ റെഗുലർ ക്രമമായിട്ട് വളരെ സമയബന്ധിതമായിട്ട് മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ നടത്തുക. When the parameters of the job and objectives for the future have been set, the next step അവിടെ next step of the performance management process is initiated. അപ്പൊ നമ്മളൊരു ഫ്യൂച്ചറിന് വേണ്ടി അല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടതായിട്ടുള്ള ജോബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒബ്ജക്റ്റീവ്സ് അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകള് പ്രോസസ്സുകള് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് അടുത്തത് വേണ്ടത്? ഈ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ത് ചെയ്യുക? ആരംഭിക്കുക എന്നുള്ളതാണ് അല്ലെ. ദ പ്രോസസ് ഓഫ് കോച്ചിങ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആൻഡ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഓൺ എ റെഗുലർ ബേസിസ്. മീറ്റിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി ഓർ മന്ത്ലി മീറ്റിംഗ്സ് are the most suitable. അപ്പൊ നമുക്ക് ഈ ഒരു കോച്ചിങ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഇൻ റെഗുലർ ബേസിസ്. ഇതൊരു റെഗുലർ ആയിട്ട് ക്രമമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മുടെ കോച്ചിങ്ങുകൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് നൽകണം. മീറ്റിംഗ് അതുപോലെ തന്നെ ഇവിടെ മീറ്റിംഗ്സ് അവരുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിനിടയിലെ മാനേജ്മെന്റുമായിട്ടുള്ള മീറ്റിങ്ങുകളും വളരെ ക്വാർട്ടർലി ആണെന്ന് പറഞ്ഞാൽ, ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തിൽ 12 മാസമാണ് അല്ലെ. അപ്പൊ അതിനെ 4 ആക്കുമ്പോൾ 3 മാസം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് മീറ്റിങ്ങുകൾ നടത്തിയിരിക്കണം. അതല്ല ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് മന്ത്ലി മീറ്റിങ്ങുകളാണ്. എല്ലാ മാസത്തിലുമുള്ള ഓരോ മീറ്റിങ്ങുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ ടൈംലി റെഗുലർ ബേസിസ്. അങ്ങനെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ എന്താണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. എവിടെ വരെ പെർഫോമൻസ് ആകുന്നത് വിലയിരുത്താം. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ പ്ലാനിങ് സ്റ്റേജായിരുന്നു കഴിഞ്ഞ്. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സും ആ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ മെഷേഴ്സും കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇനി ഇത് ആരംഭിക്കുക എന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോച്ചിങ് നൽകുക എന്ന് പറയുന്നത്. അവിടെ എംപ്ലോയീസിന് അവരുടെ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ കോച്ചിങ്ങുകൾ നൽകുക. അതൊരു റെഗുലർ ബേസിസിൽ സമയബന്ധിതമായി തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള കോച്ചിങ്ങുകൾ നൽകുക. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. ഒന്നിലെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ളത് ഓരോ മാസത്തിലും നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും എല്ലാവരെയും ചേർത്ത് ഒരു മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുക എന്നതാണ് ഒന്നാമത്തത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസിസ്. Okay. Then second step ആണ് provide necessary training, coaching and solutions. അപ്പൊ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകള്, കോച്ചിങ്ങുകള്, സൊല്യൂഷൻസ് ഒക്കെ അവർക്ക് നൽകുക. ദീസ് മീറ്റിംഗ് ഷുഡ് കോൺസെൻട്രേറ്റ്. നമ്മൾ പറഞ്ഞു മീറ്റിങ്ങുകൾ നടത്തണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുമ്പോഴും എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ അവർ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആവശ്യമായിട്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അവർക്ക് വലിയ നോളജോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കോച്ചിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുക. ഇതിനാണ് കൂടുതലും ആ മീറ്റിംഗിൽ കോൺസെൻട്രേഷൻ നൽകേണ്ടത്. റാദർ ദാൻ പ്യൂണിറ്റീവ് മെഷേഴ്സ് ഫോർ ലെക്ചർ പെർഫോമൻസ്. അല്ലാതെ ഒരിക്കലും അവരുടെ പെർഫോമൻസ് മികച്ചതല്ല അല്ലെങ്കിൽ അവർ ഇത്ര നാളായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തില്ലേ അല്ലെ. ചില മീറ്റിങ്ങുകൾ അങ്ങനെയൊക്കെയാണ് അല്ലെ. നിങ്ങൾ ഇത്രയും നാളായിട്ട് കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് ചില ആളുകളോട് പറയും നിങ്ങൾ ഇത്രയും നാളായിട്ട് മറ്റാൾ നന്നായിട്ട് പെർഫോം ചെയ്തല്ലോ, നിങ്ങൾ ഇത്രയും പെർഫോമൻസ് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പ്യൂണിറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ശിക്ഷാർഹമായിട്ടുള്ള നടപടികൾ. ഇപ്പോ പണിഷ്മെന്റുകൾ കൊടുക്കാം, ഇപ്പോ എന്താണ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടെർമിനേഷൻസ്, അങ്ങനെയുള്ള ശിക്ഷാർഹമായിട്ടുള്ള
എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ കൊടുക്കുമ്പോൾ ഫോർ ലെക്സ്റ്റർ പെർഫോമൻസ്, അതായത് മങ്ങിയ പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷാർഹമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയല്ല ഒരിക്കലും ചെയ്യേണ്ടത്. മറിച്ച് എങ്ങനെയാ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അവരുടെ പ്രോബ്ലം എന്താണ്, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുക എന്നുള്ളതാണ്. അല്ലെ, എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേ കപ്പാസിറ്റി അല്ല അല്ലെ. അപ്പൊ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കി, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് കൊടുക്കുക, അതിനനുസരിച്ചുള്ള കോച്ചിങ്ങിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുക. അതാണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് കൂടുതലും കേന്ദ്രീകരിക്കേണ്ടത്. അല്ലാതെ അവരുടെ മങ്ങിയ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കേണ്ടത്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ശിക്ഷാർഹമായ നടപടികൾ കൊടുക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയില്ല ഒരിക്കലും മീറ്റിംഗുകൾ നടത്തേണ്ടത്. Then അടുത്തത്, ഇഫ് അക്കൗണ്ടബിലിറ്റി ഈസ് മെയ്ഡ് ഇൻ ടു എ നെഗറ്റീവ്. ഇപ്പൊ ചില ആളുകൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ, ഒരുപാട് ജോലി ഓവർലോഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്വം അവർക്കൊരു നെഗറ്റീവ് ആയിട്ടല്ലേ വരുന്നത്, അല്ലെ? ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, നമുക്ക് ഒരുപാട് ഓവർലോഡ് ആയിട്ട് ഒരുപാട് വർക്കുകൾ തരുന്നു, നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതിനും അപ്പുറമായിട്ട് വർക്കുകൾ തരുമ്പോൾ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താണോ വർക്ക് ചെയ്യുക? നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീൽ അല്ലേ വരിക? ഒരു മടുപ്പ് അനുഭവപ്പെടുകയല്ലേ ചെയ്യാം, അല്ലേ? എന്താണ് ഉറങ്ങിയാണോ എല്ലാവരും? അതെ അല്ലെ. അപ്പൊ ഇവിടെയും അതാണ്, ഇഫ് അക്കൗണ്ടബിലിറ്റി ഈസ് മെയ്ഡ് ഇൻ ടു എ നെഗറ്റീവ്. അപ്പൊ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു നെഗറ്റീവിലേക്കാണ് ചെല്ലുന്നത്. ദെൻ എംപ്ലോയീസ് വിൽ അവോയ്ഡ് റാദർ ദാൻ ബീങ് ഹോണസ്റ്റ് അബൌട്ട് വേർ ദേ ആർ സ്ട്രഗ്ലിംഗ്. അപ്പൊ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിളുകൾ അവർ ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ അവർ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു ഹോണസ്റ്റി അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധതയൊക്കെ അവര് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അതേസമയം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് ലോഡുകളും റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അവർ വളരെ ഹോണസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ അവരത് ചെയ്തു തീർക്കാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത് നെഗറ്റീവിലേക്ക് പോകും. അപ്പോ അവർ കുറെ അധികം ആ ഒരു ജോലി ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് ആ ജോലി ചെയ്യുന്നതിൽ അവരുടെ ഒരു ഹോണസ്റ്റി അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും കുറവായിരിക്കും ഉണ്ടാവുക. ഇൻ സർട്ടൻ കേസസ്, ഇങ്ങനെയുള്ള കേസുകളിൽ മാനേജ്മെന്റ് ട്രെയിനിങ് ഈസ് ഇൻ ദിസ് ഏരിയ ക്യാൻ ബി റിയലി ഹെൽപ്ഫുൾ ടു അവർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ നല്ല രീതിയിൽ അവരുടെ മാനേജ്മെന്റിന് ട്രെയിനിങ് കൊടുക്കുക എന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അവർക്ക് ഒരു ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്തുകൊണ്ട് ജോലി ചെയ്തില്ല, അങ്ങനെയാണോ ചെയ്യാത്തത്, ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന രീതിയിൽ അവരോട് വാക്തർക്കങ്ങൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷകൾ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടത്. മറിച്ച് എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവിലേക്ക് അവർ പോവാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ഏത് മേഖലയിലാണോ അവർക്ക് പ്രശ്നങ്ങളുള്ളത് ആ മേഖല കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? അവിടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുത്താൽ അത് ആ ഓർഗനൈസേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇത്ര മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, മീറ്റിങ്ങുകള് ഒന്നില്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് നടത്തുക, അല്ലെ? 3 മാസത്തിൽ ഒരിക്കൽ, 1 വർഷത്തിലെ 3 മാസത്തിൽ ഒരിക്കൽ നടത്താം. അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എല്ലാ മാസവും നടത്തുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഒരിക്കലും അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഒരു മങ്ങിയ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അതിനനുസരിച്ച് ശിക്ഷാ നടപടികൾ കൊടുക്കുക എന്നുള്ളതല്ല ആ ഒരു മീറ്റിങ്ങിന്റെ കോൺസെൻട്രേഷൻ വേണ്ടത്. മറിച്ച് എന്തിലാണ്? അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുക. അതുപോലെ കരിയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ട കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസുകൾ അവര് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അവർക്ക് നൽകുക എന്നതാണ്. ഈ ഒരുപാട് ഉത്തരവാദിത്തം അവർക്ക് കൊടുത്താൽ അത് നെഗറ്റീവിലേക്കായിരിക്കും പോവുക. അത് ഒരുപാട് ആ ഒരു ജോലി ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നതിനനുസരിച്ച് അവർ ആ ഒരു ഹോണസ്റ്റി അല്ലെങ്കിൽ ആ ഒരു ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ചിലപ്പോൾ കുറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള കേസുകളിൽ മാനേജ്മെന്റ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകിയാൽ അത് ആ ഓർഗനൈസേഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് വൺ, പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻസ്.
Okay. Then third one ആണ് solicit feedback on both sides. അതായത് ഇരുവശങ്ങളിൽ നിന്നും ഫീഡ്ബാക്കുകൾ അഭ്യർത്ഥിക്കുക. Management should be capable of both giving and receiving honest feedback and work with employees rather than adopting a combative stance. അതായത് ഇവിടെ മാനേജ്മെന്റും വർക്ക് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസും അവരുടെ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ടു കൂട്ടരും ഒരുമിച്ച് നമ്മൾ പറഞ്ഞൊരു സഹകരണച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രോസസ്സില് രണ്ട് കൂട്ടരും, അതായത് മാനേജ്മെന്റ് എംപ്ലോയീസിന് ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. മനസ്സിലായോ? സൊളിസിറ്റ് എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. ഫീഡ്ബാക്കുകൾ രണ്ട് വശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബോത്ത് സൈഡ്സിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ അഭ്യർത്ഥിക്കുക. ഓക്കെ, അപ്പൊ നോക്കിയേ, മാനേജ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യും? മാനേജ്മെന്റ് ഞങ്ങൾ പറയുന്ന ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ എംപ്ലോയീസിന് ഫീഡ്ബാക്കുകൾ കൊടുക്കുക എന്ന രീതിയിൽ ഒരൊറ്റ സ്റ്റാൻസ് അല്ലെങ്കിൽ ഒരൊറ്റ ഇതിൽ നിൽക്കാതെ, ഒരൊറ്റ ചിന്താഗതിയിൽ നിൽക്കാതെ, അതാണ് കമ്പാറ്റീവ് സ്റ്റാൻസ് പറഞ്ഞത്. ഒരൊറ്റ ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഒറ്റ എന്താണ് സ്റ്റാൻസിൽ നിൽക്കാതെ അവരെന്ത് ചെയ്യുന്നു? ആ എംപ്ലോയീസുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അവരോട് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ തിരിച്ചും സ്വീകരിക്കുന്നുണ്ട്. സോ ദ എബിലിറ്റി ടു ഗീവ് ആക്ഷണൽ ഫീഡ്ബാക്ക് ഈസ് ക്രൂഷ്യൽ ഹിയർ. അതുകൊണ്ട് തന്നെ നല്ല പ്രകടനപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കിന്റെ ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ മാനേജ്മെന്റിനും അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരിൽ വരുന്ന ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എംപ്ലോയീസിനോട് നമ്മുടെ മാനേജ്മെന്റ് നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അവർക്കും മാറ്റങ്ങളും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ എബിലിറ്റി ടു ഗീവ് ആക്ഷണൽ ഫീഡ്ബാക്ക് ഈസ് ക്രൂഷ്യൽ ഹിയർ. മാനേജ്മെന്റ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഒരുപോലെ പ്രവർത്തിച്ച്, സഹകരിച്ച് പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്സ്. ക്ലിയറാണോ? ഓക്കെ ആണോ? ഓക്കെ. Then fourth one ആണ് revisit objective as necessary. As the performance management process carries on, the management should revisit objectives to see if corrections should be made. ഇവിടെ as well as pay attention to career development opportunity for their employees. ഇവിടെ നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ ആ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് അസസ് നെസസറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയ നടപ്പിലാക്കി കൊണ്ടുവരുമ്പോ മാനേജ്മെന്റ് ഷുഡ് റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് to see if correction should be made. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് ഒന്നുകൂടി പുനർചിന്ത അല്ലെങ്കിൽ ആ ഒരു റീവിസിറ്റ് ചെയ്യുക, അതൊന്നുകൂടി സന്ദർശിച്ച് ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഒക്കെ കറക്റ്റ് ആണോ, അതിൽ എന്തെങ്കിലും കറക്ഷൻസ് നടത്തേണ്ടതായിട്ടുണ്ടോ. ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോഴായിരിക്കും ആ ഒബ്ജക്റ്റീവ്സ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം നടത്തുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് എന്താണ് ചെയ്യേണ്ടത്? റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി. എന്ത് ചെയ്യണം? ആവശ്യാനുസരണം ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക? പുനഃപരിശോധിക്കുക. അത് പുനഃപരിശോധിച്ചിട്ട് ആ ലക്ഷ്യങ്ങളിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ അത് നടപ്പിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേ അറ്റൻഷൻ ടു കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദിയർ എംപ്ലോയീസ്. അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട അവസരങ്ങളും നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. Then this step consists of reviewing the overall performance of the employee, how well the process itself worked, and it also includes that reward which is extremely vital
vital part of the entire process. ഈ ഒരു പ്രക്രിയയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല റീവിസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുനഃപരിശോധിക്കുന്നത്, അതോടൊപ്പം തന്നെ ആ ഒരു എംപ്ലോയീസിന്റെ ഇവിടെ വരെയുള്ള എംപ്ലോയീസിന്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്നും അത് നമ്മൾ അവലോകനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ വെൽ ദ പ്രോസസ് ഇറ്റ്സെൽഫ് വർക്ക്ഡ്, ആ പ്രക്രിയ എത്ര നന്നായിട്ട് ഈ സമയം വരെ എങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ റിവാർഡുകളൊക്കെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവലോകനം ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഇത്. വിച്ച് ഈസ് ആൻ എക്സ്ട്രീംലി വൈറ്റൽ പാർട്ട് ഓഫ് ദ എൻറ്റയർ പ്രോസസ്. അല്ലെ, റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അല്ലെ, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് കൂടിയാണ് റിവാർഡ് കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് അവർ പെർഫോം ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് ആസ് നെസസറി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആവശ്യാനുസരണം അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ പുനഃപരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനേജ്മെന്റ് അവരുടെ ഒബ്ജക്റ്റീവ്സിനെ പുനഃപരിശോധിക്കുകയും ആവശ്യമാണെങ്കിൽ കറക്ഷൻസ് നടത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റേജില് അവര് ഇവിടെ വരെയുള്ള ആ ഒരു പ്രോസസ്സ് നടന്നിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ വരെയുള്ള കറക്റ്റ് സമയം വരെയുള്ള അവരുടെ ഓവറോൾ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ ആ ഒരു പ്രക്രിയ എങ്ങനെ വർക്കായി എന്ന് നല്ല രീതിയിലാണോ, അപ്പൊ അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സിൽ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ അവർക്ക് റിവാർഡുകൾ കാര്യങ്ങൾ കൊടുക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഈ ഒരു പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് റിവാർഡുകൾ കൊടുക്കുക എന്നുള്ളത്. മേബി ഒന്ന് വായിച്ചു നോക്കി, റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. തേർഡ് സ്റ്റെപ്പാണ് റിവ്യൂവിങ്, അവലോകനം ചെയ്യുക എന്നുള്ളത്. റിവ്യൂവിങ് അല്ലെങ്കിൽ അതിൽ ഒരു 2-3 സ്റ്റേജ് പറയുന്നുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് റിവ്യൂവിങ് എംപ്ലോയി പെർഫോമൻസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസിൽ പ്രകടനത്തെ അവലോകനം ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർലി പെർഫോമൻസ്, ഇവിടെ നമ്മൾ ഒരു വർഷത്തെ അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു വർഷമാവുന്നു. ആ ഒരു വർഷത്തെ അറ്റ് ദ എൻഡ് ഓഫ് ആൻ ഇയർലി പെർഫോമൻസ്, ഒരു വർഷത്തെ പെർഫോമൻസ് ആണ് എത്രത്തോളം അവലോകനം ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർലി പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ there should be an employee review which is occasionally referred to as a performance appraisal. ഇവിടെ നമുക്കൊരു ഇയർലി പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ, ഒരു വർഷം അവർ പെർഫോമൻസ് നോക്കുകയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ എംപ്ലോയീസ് എങ്ങനെ ഒരു വർഷം അവർ പെർഫോം ചെയ്തു അത് വിലയിരുത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒക്കേഷനിൽ നമ്മൾ ഇത് വിളിക്കുന്ന പേരാണ് referred to as performance appraisal. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. At the end of the yearly performance management cycle, there should be an employee review. അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ്, ആ ഒരു വർഷത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ വിലയിരുത്തും. അതിനെ നമ്മൾ ഒക്കേഷണലി നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പ്രകടന വിലയിരുത്തൽ എന്ന് നമ്മൾ വിളിക്കുന്നു. ജനറലി ദീസ് ആർ ഹെൽഡ് വൺസ് എ ഇയർ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നടത്തുന്നത്. കാരണം ഒരു വർഷം അടുത്ത വർഷത്തിന്റെ അതേ ദിവസത്തിനുള്ളൂ, അപ്പോഴല്ലേ ഒരു വർഷം പൂർത്തിയാകുന്നത്. അങ്ങനെ ഈ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നത്. ആൻഡ് ടു ലുക്ക് അറ്റ് ഹൗ വെൽ ദ എംപ്ലോയി പെർഫോം ഡ്യൂറിംഗ് ദ ടൈം ഫ്രെയിം. ആ ഒരു വർഷ കാലഘട്ടത്തില് അവർ എങ്ങനെ അവിടുത്തെ എംപ്ലോയീസ് പെർഫോം ചെയ്തു
അല്ലെങ്കിൽ അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കാണുന്ന ഒരു സ്റ്റേജാണ് റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ്. Then there should be a clear record from previous check-ins to show the employees' progress throughout the year. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ മാസവും അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നു പറഞ്ഞല്ലോ. അങ്ങനെ ക്ലിയർ റെക്കോർഡ് ഫ്രം പ്രീവിയസ് ആയിട്ടുള്ള ചെക്കിങ്സ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങുകൾ തന്നെയാണ്. അതായത് മാനേജർമാരും അവരുടെ എംപ്ലോയീസും ഒക്കെ അവരുടെ വർക്ക് ലോഡ് എത്രത്തോളം ഉണ്ട്, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ചലഞ്ചസ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, മറ്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന മീറ്റിങ്ങുകൾ വെക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതാണ് ചെക്കിങ്സ്. അപ്പൊ ആ മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ചെക്കിങ്സ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങുകളിൽ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളൊന്ന് അവലോകനം ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു വർഷത്തില് അവർക്ക് ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴും അവർക്ക് എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുന്നു. ദ മന്ത്ലി ചെക്കിങ്സ് ആർ ടു അസസ് ദ എംപ്ലോയീസ് വിത്ത് പ്രോബ്ലം സോൾവിങ്. അപ്പൊ നമുക്ക് ഈ ഓരോ മാസത്തിലുള്ള ഈ മീറ്റിങ്ങുകളും എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? അസസ് ദ എംപ്ലോയീസ് വിത്ത് പ്രോബ്ലം സോൾവിങ്. അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ അവർക്ക് സഹായിക്കുന്നുണ്ട്. അഡ്ജസ്റ്റിംഗ് ഗോൾസ്, അവരുടെ ഗോളുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. ഫ്യൂച്ചർ ലുക്കിംഗ് ടാസ്ക്, ഭാവിയിലേക്ക് അവർക്ക് എന്തൊക്കെ ടാസ്ക് വേണോ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്താനും അവർക്ക് അതിലൂടെ സാധിക്കുന്നുണ്ട്. ദ ഓൺലി ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ് ഈസ് ദ പെർഫോമൻസ് റിവ്യൂ. നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രക്രിയ ഇത് മാത്രമാണ്, പെർഫോമൻസ് റിവ്യൂ ആണ്. ടു അസസ് ദ ബിഹേവിയർ ഓഫ് ദ പ്രീവിയസ് ഇയർ. ആ ഒരു വർഷം അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ പ്രകടനം എത്രത്തോളമായിരുന്നു എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു വർഷത്തില് ഇയർലി പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളില് എൻഡ് ഓഫ് ഇയർ, ആ ഒരു വർഷത്തിന്റെ അവസാനം നമ്മൾ ആ ഒരു വർഷമായ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ അത് അവലോകനം ചെയ്യുന്നതിന് നമ്മൾ ഒക്കേഷണലി വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പ്രകടന വിലയിരുത്തൽ എന്ന് നമ്മൾ വിളിക്കുന്നു. അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ അത് ചെയ്യുന്ന സമയത്ത്, അത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ, അതായത് ഒരു വർഷ കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു വർഷ കാലഘട്ടത്തിൽ ആ എംപ്ലോയീസ് എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് നമ്മൾ ഇവിടെ നോക്കിക്കാണുന്നത്. മനസ്സിലായോ? ദർ ഷുഡ് ബി എ ക്ലിയർ റെക്കോർഡ്. അതുപോലെ തന്നെ ഈ മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ആ മീറ്റിങ്ങുകളിൽ മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ അവരുടെ ചലഞ്ചസ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അവർ സെറ്റ് ചെയ്യേണ്ട, അവർ ചെയ്തേണ്ട ഗോളുകൾ, അതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്ത കോച്ചിങ് കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മന്ത്ലി ചെക്കിങ്സ്, ആ മാസത്തിലുണ്ടാകുന്ന ആ മീറ്റിങ്ങുകള്, അതുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവലോകനം ചെയ്യും. അതിലൂടെ ആ ഒരു വർഷ കാലഘട്ടത്തില് അവർക്ക് ഈ ഓരോ മീറ്റിങ്ങുകളിൽ കഴിയുമ്പോഴും അവർക്ക് എന്തൊക്കെ പ്രോഗ്രസ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്, അവരുടെ പെർഫോമൻസിൽ അത്രത്തോളം മികവുകൾ അവർ പിന്നീട് കാഴ്ചവെച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മന്ത്ലി ചെക്കിങ്സ് ആർ ടു അസിസ്റ്റ്. ഓരോ മാസവും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുമ്പോൾ അവർക്ക് അതിന് എന്ത് സഹായിക്കുന്നുണ്ട്, അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ അവരുടെ ഗോളുമായി ബന്ധപ്പെട്ട് അവരുടെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് ആ ഗോളുമായിട്ട് അവർ അഡ്ജസ്റ്റഡ് ആവാൻ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിലേക്ക് അവർക്ക് എന്തൊക്കെ ടാസ്കുകളാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് അത് സഹായകമാണ്. ആൻഡ് ദ ഓൺലി ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ്. അപ്പൊ ഈ പറയുന്ന എല്ലാ പ്രക്രിയയിലും നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഈ പെർഫോമൻസ് റിവ്യൂ മാത്രമാണ്. അപ്പൊ അതിലൂടെ ഒരു വർഷം, പ്രീവിയസ് ഇയർ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ആ ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ അത് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് വൺ ആണ് റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ഇപ്പൊ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് റിവ്യൂ ചെയ്യാണ്, ആ ഒരു പ്രക്രിയ. മറ്റേത് എംപ്ലോയിയുടെ പെർഫോമൻസ് ആയിരുന്നു റിവ്യൂ ചെയ്തിരുന്നത്. ഇത് ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അവലോകനം ചെയ്യാണ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് to see how well the performance management process worked, it is important for both management and employees to look over the previous year. So ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ എങ്ങനെ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് വർക്ക് ചെയ്തോ, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. മറ്റേത് എംപ്ലോയിയുടെ പെർഫോമൻസ് മാത്രമാണ്, ഇവിടെ ആ പ്രക്രിയയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് ആ ഒരു മാനേജ്മെന്റിനും അതുപോലെ തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിനും ആ ഒരു വർഷത്തെ കാര്യങ്ങള് ഒന്നും കൂടി മനസ്സിലാക്കാനും എങ്ങനെയൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ഈ പറയുന്ന രീതിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു റിവ്യൂ സഹായിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആർ. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു റിവ്യൂ നടത്താൻ പറ്റുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ. എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻ? വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ. ഇപ്പൊ എംപ്ലോയീസിനെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഏത് തരം ട്രെയിനിങ്ങുകളാണ് സഹായിച്ചത്? അപ്പൊ ഇതെന്തിനാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് റിവ്യൂ എടുക്കുന്നത്? അടുത്ത സെറ്റിലേക്ക് വരുമ്പോ അല്ലെ, അടുത്ത വർഷത്തേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താലോ അല്ലെ. നല്ല രീതിയിൽ ഏതൊക്കെ ട്രെയിനിങ് ആണ് കൂടുതൽ ഹെൽപ്ഫുൾ ആയതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ കൂടുതൽ അവർക്ക് ഉൾപ്പെടുത്താം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അടുത്ത വർഷത്തേക്കുള്ള അവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി മികച്ചതാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട്, ഒരു നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ ഒരു എംപ്ലോയിയെ ഏതൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങളാണ് സഹായിച്ചത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനൊരു ആൻസർ കിട്ടും അല്ലെ, അടുത്ത എംപ്ലോയീസിൽ നിന്ന് ആൻസർ കിട്ടൂലേ? കിട്ടുമോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? കിട്ടില്ലേ? രണ്ടാമത്തത്, ഹൗ ഡിഡ് മാനേജ്മെന്റ് ഫീഡ്ബാക്ക് ഹെൽപ്, ഇഫ് നോട്ട് വൈ. എന്താണ് ഇങ്ങനെ നമ്മുടെ മാനേജ്മെന്റ് നൽകുന്ന ഫീഡ്ബാക്കുകൾ നിങ്ങളെ സഹായിച്ചു, എത്രത്തോളം നന്നായി സഹായിച്ചു? ഇനി അങ്ങനെ സഹായിച്ചിട്ടില്ല, ഹെൽപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട്? അതിനൊരു ആൻസർ എംപ്ലോയീസ് കൊടുക്കും അല്ലെ. ചിലർ പറയും ആ മാനേജ്മെന്റിന്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ വളരെയധികം കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്, അതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞങ്ങൾ വളരെ സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ അത് എടുക്കാനായിട്ട് ഞങ്ങൾ സാധിച്ചു എന്ന് പറയും. ചിലർക്ക് അത് വലിയ രീതിയിലുള്ള സഹായങ്ങളൊന്നും കിട്ടിയിട്ട് ഹെൽപ്പ് ഉണ്ടായിട്ടില്ലാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതും അവിടെ ഇല്ല. അപ്പൊ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത പ്രാവശ്യത്തെ ആ പ്രോസസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഉൾപ്പെടുത്താതെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂന്നാമത്തത്, പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് മെറ്റ്. പേഴ്സണൽ ആയിട്ടുള്ളതും ആ ഓർഗനൈസേഷൻ പരമായിട്ടുള്ളതുമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചോ? ഇല്ല എങ്കിൽ കാരണം. ഹൗ കുഡ് ദ പ്രോസസ് ബി ബെറ്റർ. നമുക്ക് എങ്ങനെ ഈ ഒരു പ്രക്രിയ ബെറ്റർ ആക്കി മാറ്റാൻ പറ്റും? വാട്ട് ചലഞ്ചസ് എന്നാണ് കേട്ടോ എംപ്ലോയി ഫേസ്. അപ്പൊ അവരെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു? ആൻഡ് വാട്ട് ദ ടൈം സ്പെൻഡ് ഓൺ ദിസ് പ്രോസസ് എഫക്റ്റീവ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്ത സമയം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. ഇത്രയും ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. അവരുടെ എംപ്ലോയീസിനോട് ചോദിക്കും. അവിടെ എംപ്ലോയീസിനോട് ചോദിക്കുമ്പോൾ അവര് കൊടുക്കുന്ന അതിനുള്ള ആൻസറുകൾ, ആ ആൻസറുകളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ അവലോകനം അല്ലെങ്കിൽ റിവ്യൂ നടത്താൻ സാധിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസറിൽ നിന്നും നമുക്ക് ആ ഒരു പ്രക്രിയ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള മൊത്തത്തിലൊരു ഔട്ട്ലൈൻ കിട്ടും. ആ ഒരു ഔട്ട്ലൈൻ വെച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യത്തെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ട്രെയിനിങ്ങുകളിൽ മാറ്റങ്ങൾ വരുത്താം, ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്താം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവുകളിൽ മാറ്റങ്ങൾ വരുത്താം, അതുപോലെ മറ്റ് എന്തെങ്കിലും പ്രോസസ്സുകൾ ഉൾപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതുപോലെ ചലഞ്ചസിലെ വ്യത്യാസങ്ങൾ അവർക്ക് സൊല്യൂഷൻസ് കുറച്ചും നല്ല സൊല്യൂഷൻസ് കണ്ടെത്തി നൽകാം, അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് ഇത് കൊണ്ടുവരാനായിട്ടുള്ള ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ അതിൽ ഉൾപ്പെടുത്താം.
മെച്ചപ്പെടുത്താം. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ആ ഒരു പെർഫോമൻസ് മാനേജ് പ്രക്രിയ വിലയിരുത്തുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആസ്ക് ചെയ്യും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആസ്ക് ചെയ്യുന്നത്? ആ ഒരു എംപ്ലോയീസ് നന്നായിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ എന്തൊക്കെ ട്രെയിനിങ് ആണ് അവർക്ക് സഹായിച്ചത്, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഫീഡ്ബാക്ക് അവരെ സഹായിച്ചോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, അതുപോലെ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചോ ഇല്ലെങ്കിൽ കാരണം എന്താണ്, ഹൗ കുഡ് ദ പ്രോസസ് ബി മെയ്ഡ് ബെറ്റർ, എങ്ങനെ നമുക്ക് ഈ ഒരു പ്രക്രിയ ബെറ്റർ ആക്കി മാറ്റാൻ പറ്റും, എന്തൊക്കെ ചലഞ്ചസ് ആണ് ഒരു എംപ്ലോയി ഫേസ് ചെയ്തത്, അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഉപയോഗിച്ചാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. റിവ്യൂ ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ക്ലിയർ ആണോ? ഓക്കെ. Then third one ആണ് റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. ഇപ്പൊ നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാണ് മൊത്തത്തിലുള്ള അവരുടെ ആ ഒരു ഓവറോൾ ഗോളൊക്കെ ഇവർ പൂർത്തീകരിച്ചോ അല്ലെ, മൊത്തത്തിലുള്ള ഗോളൊക്കെ അവർ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് അവലോകനം ചെയ്യാണ്. Of course, one of the key questions to answer is, did the employee reach their goals? അല്ലെ, ആ എംപ്ലോയീസ് എല്ലാവരും അവരുടെ ഗോൾസിലേക്ക് എത്തിപ്പെട്ടോ അല്ലെങ്കിൽ അവർ ഗോൾസ് പൂർത്തീകരിച്ചോ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആ എംപ്ലോയീസിനോടൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗോൾസ് നിങ്ങൾ നേടിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗോൾസിലേക്ക് എത്തിയോ ഇല്ലേ, ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. How efficiently did the employees succeed at the task given to them throughout the year? അതുപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഓരോ വർഷത്തിലും ആ ത്രൂ ഔട്ട് ദ ഇയർ, ആ ഇയർ മൊത്തത്തില് അവര് ഓരോ എംപ്ലോയീസും എത്ര കാര്യക്ഷമമായിട്ടാണ് എംപ്ലോയീസ് സക്സീഡ് അറ്റ് ദ ടാസ്ക്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ടാസ്കുകളും അവർ എത്ര കാര്യക്ഷമമായിട്ടാണ് അത് വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. സോ അവരെപ്പോഴും അവർ കൊടുത്തിരിക്കുന്ന ഗോൾസ് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഗോൾസിൽ അവർക്ക് എത്താൻ സാധിച്ചോ, അവർ ആ ഒരു വർഷക്കാലം അവർ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് വളരെ വിജയകരമാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര കാര്യക്ഷമമായിട്ട് അവർ പ്രവർത്തിച്ചു. ഇറ്റ്സ് ക്രൂഷ്യൽ ടു ലുക്ക് ബോത്ത് ദ സ്മോളർ ആൻഡ് ബിഗർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദിസ് ക്യാൻ ഗിവ് എ ക്ലൂ ടു പ്രോബ്ലം ഏരിയാസ് വേർ ട്രെയിനിങ് ഓർ ഇന്റർവെൻഷൻ ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. ചില വ്യക്തികൾക്ക് എല്ലാ ഒബ്ജക്റ്റീവ്സും ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാ ഗോളുകളിലേക്കും ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിവ്യൂ എടുക്കുന്നതിലൂടെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലം ഏരിയസ്, അതായത് ആ ഒരു ഗോൾ നേടിയെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഓരോ ഇൻഡിവിജ്വലിന്റെയും കപ്പാസിറ്റി ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ല എങ്കിൽ നമ്മുടെ മാനേജ്മെന്റിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ഗോൾ, നമ്മളെപ്പോഴും പറഞ്ഞു ഒരു ഗോൾ എപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള ഗോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റിയില്ല, മറ്റുള്ളവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് എന്തുകൊണ്ട് നേടിയെടുക്കാൻ പറ്റിയില്ല, അതിലേക്ക് ആ ഒരു ഗോളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെയാവുമ്പോൾ അതിനൊരു പിന്നിലൊരു കാരണം ഉണ്ടാവും. ആ പ്രോബ്ലം ഏരിയ എന്താണ്, ആ പ്രോബ്ലം ഏരിയ കണ്ടെത്താനും അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ്, ഇടപെടലുകൾ, ഇപ്പൊ പരിശീലനം മാത്രമല്ല ഇതുപോലെ കോച്ചിങ് ആയിട്ട് കൊടുക്കാം, ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലൂടെ കൊടുക്കാം, ക്യാൻ ബി ഇംപ്ലിമെന്റഡ്, അത് നമുക്ക് അവിടെ നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ അടുത്ത പ്രാവശ്യം ആ ഗോളുകൾ നേടിയെടുക്കാൻ അവർ പ്രാപ്തരായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ എന്ന് പറയുന്നത്.
മൊത്തത്തിലുള്ള ഗോൾ എല്ലാം അവർ പൂർത്തീകരിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കീ ക്വസ്റ്റ്യൻ ആണ്, ഡിഡ് ദ എംപ്ലോയി റീച്ച് ദീസ് ഗോൾസ്? അവിടെയുള്ള എല്ലാ എംപ്ലോയീസും അവരുടെ ഗോളുകളിലേക്ക് എത്തിപ്പെട്ടോ അല്ലെങ്കിൽ എത്തിച്ചേർന്നോ? ഹൗ എഫിഷ്യന്റ്ലി ഡിഡ് ദ എംപ്ലോയി സക്സീഡ് ഇൻ ദ ടാസ്ക് ഗിവൻ ടു ദം ത്രൂ ഔട്ട് ദ ഇയർ? ഓരോ വർഷവും അല്ലെങ്കിൽ ആ ഒരു വർഷത്തിലുടനീളം അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ടാസ്കുകളും പൂർത്തീകരിക്കാൻ അവർ എത്രത്തോളം കാര്യക്ഷമമായിട്ട് അവിടെ വിജയകരമായിട്ട് അവർ പരിശ്രമിച്ചു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചെറിയൊരു ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ വലിയ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ അവലോകനം ചെയ്യുന്ന അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ഗോൾ കിട്ടാതെ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റാത്തതിന്റെ റീസൺ എന്താണ്, ആ ഒരു പ്രോബ്ലം ഏരിയ ഏതാണെന്ന് നമുക്ക് അതിലുള്ളൊരു ക്ലൂ കിട്ടുകയും അതിനനുസരിച്ച് ഏതൊക്കെ ഏരിയാസിൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ പ്രാക്ടീസുകളോ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളോ ഒക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ നടപ്പിലാക്കണമെങ്കിൽ അതിനുള്ള ഒരു ക്ലൂ കൂടി ഇതിലൂടെ കിട്ടുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. തേർഡ് വൺ, റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. എന്താണ് ഖദീജ, ക്ലിയർ ആയില്ലേ? അറിയാതാവുന്നതാണോ? ഓക്കെ, വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ. Then fourth one ആണ് giving actionable feedback. A key part of the review is to give and receive feedback. അപ്പൊ നമുക്കറിയാം ഒരു ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു ആക്ഷനബിൾ ആണ്, പ്രവർത്തനപരമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറയുന്നത് ഈ റിവ്യൂവിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അങ്ങോട്ട് എംപ്ലോയീസിന് മാനേജ്മെന്റിന് അങ്ങോട്ട് ഫീഡ്ബാക്കുകൾ കൊടുക്കുക, അവരിൽ നിന്ന് തിരിച്ച് ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യുക. മാനേജ്മെന്റ് ഷുഡ് പ്രൊവൈഡ് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ഫോർ ദ എംപ്ലോയീസ് സോ ദാറ്റ് ദേ ക്യാൻ ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഫ്യൂച്ചർ പെർഫോമൻസ്. മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള അവരുടെ പ്രവർത്തനപരമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ എംപ്ലോയീസിന് നൽകുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രോബ്ലം ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണെന്ന് അവർക്ക് കണ്ടെത്താനും അതിനനുസരിച്ച് ഭാവിയിലേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും. Then the employee should also have an opportunity to give feedback on the process and how management can do better on their end. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് ആ എംപ്ലോയീസിന് തിരിച്ചും ഫീഡ്ബാക്ക് കൊടുക്കാം. അവർ തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ആ പ്രോസസ്സിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന് എന്ത് ചെയ്യാം? അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള രീതികൾ കൊണ്ടുവരാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു. ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ട് കൂട്ടർക്കും ഫീഡ്ബാക്ക് കൊടുക്കാം. മാനേജ്മെന്റിന് എംപ്ലോയീസിന് കൊടുക്കാം. അപ്പൊ അവർക്ക് മികച്ചതായിട്ട് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യാൻ പറ്റും. എംപ്ലോയീസിന് ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് കൊടുക്കാം. അപ്പൊ മാനേജ്മെന്റിന് അവരുടെ ഭാഗത്തു നിന്നും അത് ബെറ്റർ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഒരെണ്ണം കൂടി ഉണ്ട്, അത് നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മിസ് പറഞ്ഞുതരാം. അപ്പൊ ഇത്ര വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.